ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 5-ാം ദിവസം. ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നു. എന്നാൽ ഈശോ മനുഷ്യരുടെ ഇടയിൽ വസിച്ചുകൊണ്ട് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം. ഈശോ വെറുതെ ഈ ലോകം കണ്ട് തിരിച്ചു പോവുകയല്ല ചെയ്തത്. ഈശോ മനുഷ്യരുടെ വേദനകൾ മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളെ സ്വന്തം അനുഭവത്തോട് ചേർത്ത് നിർത്തി അവരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും പങ്കുപറ്റി അവരെ ആശ്വസിപ്പിച്ച് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 35-36 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനങ്ങളെ കണ്ടപ്പോൾ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കിടക്കുന്ന ജനങ്ങളെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. അവന്റെ കരളലിഞ്ഞു. അങ്ങനെ മനുഷ്യരെ കണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇണങ്ങിച്ചേർന്ന് ജീവിച്ച വ്യക്തിയാണ് ഈശോ. ആ ഈശോ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഈശോയ്ക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടാൻ ഈശോ സന്നദ്ധനാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടുമ്പോഴാണ് ക്രിസ്മസിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-4 വചനങ്ങളിൽ വീണ്ടും നമ്മൾ കാണുന്നു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇനി മുതൽ ദൈവം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവർക്ക് ദൈവമായിരിക്കും, അവർ അവിടത്തേക്ക് ജനമായിരിക്കും. അവിടുന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ഇനി മുതൽ മരണമോ ദുഃഖമോ വിലാപമോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയതെല്ലാം കടന്നുപോകും. പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ്. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ ഈ ഒരു വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണീര് തുടച്ചു മാറ്റുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഇനി മുതൽ പഴയ കാര്യങ്ങളിലല്ല, പുതിയ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയൊരു ജീവിതത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുന്നു. ഈ ഒരു വലിയ ക്ഷണം സ്വീകരിച്ച് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.